നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഓരോ സമയവും ഓരോ സെക്കൻഡുകളെ കുറിച്ചും നാളെ അല്ലാഹു തആല ചോദിക്കുമല്ലോ. നാളെ അല്ലാഹു ചോദിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വല്ലാതെ നമ്മൾ മതിമറന്നു പോകുന്ന അശ്രദ്ധവാന്മാരായി മാറുന്ന രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഏതാണെന്നറിയോ? ഒന്ന് നിന്റെ ആരോഗ്യമാണ്, രണ്ടാമത്തെ നിന്റെ ഒഴിവ് സമയമാണ്. അല്ലാഹ് എന്തിനാണ് നിനക്ക് ആരോഗ്യം തന്നിട്ടുള്ളത്? അല്ലാഹ് എന്തിനാണ് നിനക്ക് ആരോഗ്യം തന്നിട്ടുള്ളത്? അത് പടച്ച റബ്ബിന് വേണ്ടി ജീവിക്കാനാണ്, അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാനാണ്. ആ പടച്ച റബ്ബിനെ മറക്കുന്ന, ആ അല്ലാഹനെ വെറുക്കുന്ന, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അവന്റെ പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നവനാണോ? അല്ലാഹ് നിനക്ക് തന്നിട്ടുള്ള ഒഴിവ് സമയങ്ങള്, അല്ലാഹ് നിനക്ക് തന്നിട്ടുള്ള ഒഴിവ് സമയങ്ങളെ നീ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. പടച്ച റബ്ബിന് ഇഷ്ടമുള്ള വഴികളിലൂടെ നീ കൊണ്ടു നടക്കണമെന്ന് അത് അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യങ്ങൾ അതിനുള്ളതാണ്. ഒഴിവിന്റെ സമയങ്ങൾ നമുക്ക് ഫ്രീ വരുന്ന സമയത്ത് പടച്ച റബ്ബിനെ ഓർക്കാൻ സമയം കണ്ടെത്തിക്കോ. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ സമയം കണ്ടെത്തിക്കോ. ഇന്ന് ഈ പുണ്യവാന ക്ലാസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഈ സമയമൊന്ന് ആലോചിച്ചു നോക്ക്. എല്ലാവരും കുളിച്ചൊരുങ്ങി വസ്ത്രം ധരിച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് പല പല മേഖലകളിലാണോ അവിടെ പ്രവർത്തനം പടച്ചവനെ. എന്നാൽ ഈ 150ഓളം വരുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദീന് മനസ്സിലാക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കുക അല്ലാഹ്. അവർക്ക് നീ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ പല പല മേഖലകളിൽ നിന്ന്, പല പല സ്ഥലങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇൽമ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് അല്ലാഹു തആല ഒഴിവ് സമയം തന്നിട്ടുണ്ട്, അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിന്റെ പേരിൽ മനുഷ്യർ അശ്രദ്ധവാന്മാരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. നമുക്ക് അല്ലാഹു തആല ഒരുപാട് സമയം തന്നു, ഒരുപാട് ആരോഗ്യം തന്നു. ഇതെല്ലാം എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. സ്വന്തം ഒന്ന് മനസ്സിലാക്കാൻ ഞാനും മനസ്സിലാക്കണം. ആദ്യം എന്റെ നഫ്സിനോടാണ് പറയുന്നത്, പിന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കാൻ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? പടച്ചവനെ, എന്റെ ആരോഗ്യം മുഴുവനും അതാ അല്ലാഹുവേ, ഞാനിതാ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചെന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ സമയം ഞാൻ മൊബൈൽ ഫോണിലായിരുന്നു, കിട്ടുന്ന സമയം മുഴുവനും ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു, കിട്ടുന്ന സമയം മുഴുവനും ഞാൻ മറ്റുള്ളവർക്ക് ഫോൺ വിളിച്ചിട്ടും മറ്റു കാര്യങ്ങളിലൂടെ സിനിമ കണ്ടിട്ട് ഞാൻ നടന്നു എന്ന് പറഞ്ഞിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എനിക്കും നിങ്ങൾക്കും അതിന് സാധ്യമല്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ പടച്ച തമ്പുരാൻ എന്താണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്? അത് നമ്മുടെ ഒഴിവ് സമയത്തിൽ നമ്മൾ ചെയ്യണമല്ലോ. നമ്മുടെ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യണമല്ലോ. എന്താണ് അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ളത്? ആ കാര്യങ്ങൾ നമ്മുടെ ഒഴിവ് സമയത്തിൽ
നമ്മൾ ചെയ്യണമല്ലോ. നമുക്ക് ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് ആ വിരോധിച്ച കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തണമല്ലോ. അപ്പോഴാണ് പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലാഹുവേ 2 മണി സമയത്ത് ഞാൻ നിന്റെ പരിശുദ്ധമായ ഇൽമ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ 1 മണിക്കൂർ സമയം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇൽമുണ്ടല്ലോ, ഇന്ന് നമ്മൾ ഈ പറയുന്ന ഓരോ മഹത്വങ്ങളുണ്ടല്ലോ, നാളെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് നമുക്ക് സാക്ഷിയാകുകയാണ്. നമ്മുടെ ചെവിയാണ് നാളെ മഹ്ശറിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്, നമ്മുടെ കണ്ണാണ് നാളെ മഹ്ശറിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്, നമ്മുടെ കൈകാലുകളാണ് നാളെ പടച്ചുറപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നാളെ നാക്ക് സീല് വെക്കപ്പെടുന്ന സമയമാണ്. ഈ ദുനിയാവിന്റെ തുരിക്കുമുകൾ നമ്മൾ നാക്ക് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ നാക്ക് കൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ നമ്മൾ കളവ് പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പഠിച്ചവനെ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിന്റെ തൊലിക്കുമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാ നാളെ മഹ്ശറിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോ പഠിച്ചവനെ അവിടുന്ന് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ വായ അവിടുന്ന് സീല് വെക്കുകയാണല്ലോ, നമ്മുടെ വായ അവിടുന്ന് സീല് വെക്കുകയാണല്ലോ. നാളെ നമ്മുടെ കണ്ണ് പറയുന്നു, അല്ലാ അവനെ നീ വെറുതെ വിടണേ അല്ലാ, അവളെ നീ വെറുതെ വിടണേ അല്ലാ, എന്നെ കൊണ്ട് ഒരുപാട് നന്മകൾ കണ്ടവരാണ് അല്ലാ. 2 മണി സമയത്ത് പടച്ചുറപ്പേ നിന്റെ ഇൽമ കേൾക്കാൻ എന്റെ ഈ കണ്ണുകൊണ്ട് പടച്ചവനെ സാധിച്ചിട്ടുണ്ട്. എന്റെ ചെവി കൊണ്ട് നിന്റെ പരിശുദ്ധമായ ഒരുപാട് ഹദീസുകള്, ഒരുപാട് ചരിത്രങ്ങള്, ഒരുപാട് മഹാന്മാരെ കുറിച്ചുള്ള കാവ്യങ്ങൾ ഞങ്ങൾ പാടി പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലാ. എന്നെന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരം മുഴുവനും നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയാണ്. പടച്ചുറബ് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒഴിവ് സമയങ്ങൾ നമ്മൾ പടച്ചുറബിന്റെ ദീന് മനസ്സിലാക്കാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ, ദീനിന്റെ ഫിഖഹിയായ മസാലകൾ പഠിക്കാൻ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ഉപയോഗപ്പെടുത്തിക്കോ. നാളെ പടച്ച തമ്പുരാന് ഒരാളെയും നാളെ കൈവിടൂലല്ലോ. നാളെ അല്ലാഹു തആല നമ്മെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ അവയവങ്ങളും നമുക്ക് വേണ്ടിയിട്ട് സാക്ഷി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പല പല മജ്‌ലിസുകളിലായിട്ട് ഓൺലൈനുകളായിട്ട് ദിക്റുകളും പടച്ചവനെ അവിടുന്ന് സ്വലാത്തുകളും അതേപോലെ തന്നെ പരിശുദ്ധമായ ഇൽമിന്റെ വഴിയോരങ്ങളിലേക്ക് പടച്ചുറബേ കാത് കൂർപ്പിച്ച് കാത്തിരിക്കുന്ന, മനസ്സ് കൊടുത്തിട്ട് കാത്തിരിക്കുന്ന പരിശുദ്ധമായ മദീനയുടെ മണ്ണിലേക്ക് അല്ലാഹുവേ സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന എത്രയോ മജ്‌ലിസുകൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാം. അതിനൊക്കെ കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്, അതിനെ മോശത്തരമായിട്ട് പറയുന്ന ആളുകളുണ്ട്. പടച്ചുറബേ എത്രയോ ആളുകളുണ്ട് പ്രിയമുള്ളവരെ. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞാൽ സീരിയലിന്റെ മുമ്പിലേക്ക് കടന്നു പോയിരുന്ന ഉമ്മമാരുണ്ട്, സിനിമ കണ്ടിരുന്ന ഉമ്മമാരുണ്ട്. പടച്ചുറബേ ഒരുപാട് ഇതുപോലെയുള്ള ഹറാമിന്റെ വഴികളിലേക്ക്, ചിന്തകളിലേക്ക് അല്ലാഹ് കടന്നു പോയിരുന്ന എത്രയോ ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ. ഇന്ന് എത്രയോ ഉസ്താദന്മാരുടെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് ഇരുന്നിട്ട് പടച്ചുറബേ അവിടെ ഓൺലൈനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചൊല്ലി അവരുടെ പരിശുദ്ധമായ ഇൽമ പറയുന്നത് കേട്ടിട്ട് ആ സമയങ്ങൾ മുഴുവനും അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചിട്ട് കാത്തിരിക്കുന്ന എത്രയോ വീടുകളുണ്ടെന്നറിയോ, എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ. പടച്ചുറബേ ഹറാമിന്റെ വഴികളിൽ നിന്ന് മാറിയിട്ട് എത്രയോ സഹോദരിമാരെന്റെ പ്രിയമുള്ളവരെ പങ്കുവെക്കാറുണ്ട്. ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് തിന്മകൾ കണ്ടിരുന്നവരായിരുന്നു, ഒരുപാട് തെറ്റിന്റെ വഴികളിലൂടെ അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങളിലൂടെ നിന്നവരായിരുന്നു ഉസ്താദ്. ഞങ്ങൾ ഇന്ന് പരിശുദ്ധമായ ഇൽമ കേൾക്കുന്നവരാണ്, ദിക്റുകൾ ചൊല്ലുന്നവരാണ്, സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്.
തന്നവനാണ് എന്ന് ആത്മാർത്ഥമായിട്ട് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ സഹോദരങ്ങളെ, സഹോദരിമാര്, ചെറുപ്പക്കാരെ, വാപ്പമാരെ, ഉമ്മമാരെ ഈ വിനീതന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അല്ലാഹുവേ, കാലഘട്ടങ്ങൾ മുന്നോട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. പല രീതികളിലാണ് പടച്ചുറപ്പേ ഇന്ന് പ്രബോധനത്തിന്റെ ശൈലികൾ, ആളുകൾ ഇടപെടുന്ന മേഖലകൾ പല പല രീതികളിലാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഇന്ന് മനുഷ്യന്റെ സാന്നിധ്യം വല്ലാതെ കൂടിയിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യന്റെ സാന്നിധ്യം കൂടുമ്പോൾ പടച്ചുറപ്പേ അതിലൂടെയും ഇന്ന് മനുഷ്യന്റെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് പടച്ചുറപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പടച്ചുറപ്പേ ഇന്ന് പണ്ഡിതന്മാരുണ്ട്. അവരതിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നിരിക്കുമ്പോൾ അല്ലാഹുവേ, കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ. പടച്ചുറപ്പിന്റെ ദീന് പറയുമ്പോൾ അല്ലാഹുവേ, പടച്ചുറപ്പേ മനസ്സിലാക്കാനുള്ള മനസ്സാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചുറപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.